ഉള്ളിൽ കാലി തുള്ളി പോയൊരു നാട് വഴി കള്ളക്കഥയൊന്നു കെട്ടിച്ചമച്ചു. പിന്നെ മനം പിഴച്ചോളി പൂമാതയെന്ന് കണ്ട് മുഖവും മുലയും മേറിച്ചിടാൻ തീർപ്പ് വന്ന് മാടപ്പറമ്പിലെ ചതുര കിണറ്റില് തീപന്തമായി തെളിഞ്ഞു ഉണഞ്ഞവൾ ദൈവക്കാരുവായി താനേ ഉദിച്ചു പൊങ്ങി കുമ്പിട്ട് കേനോരെ കണ്ണും മല്ലിക്കാക്കനുണ്ട്. വാഴ് പൂമാതേ വാഴ് പൂമാതേ വാഴ് പൂമാതേ, പൂമാതേ പൊന്നമ്മ പാട്ടേട്ടാലേ, പൂമാതേ പൊന്നമ്മ പാട്ടേട്ടാലേ, കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും, കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും. പൊത്തിലെ പാമ്പ് തലമടക്കും, പൊത്തിലെ പാമ്പ് തലമടക്കും. പൂമാതേ പൊന്നമ്മ തൻ്റെ ദേവേ, പൂമാതേ പൊന്നമ്മ തൻ്റെ ദേവേ. വേണം വിടംവരുത്തവനെ തരസന്മാര് ആയതുകൊണ്ട് കൊലത്ത് തീരി 6 വർഷം മുൻപേ ഇത് വാട്ട് തെഞ്ഞു തൊട്ട് നമ്മൾ കരുതിച്ചു ആദ്യത്തെ വസ്തു അനുഭവത്തിനുവര് എന്റെ ബന്ധക്കാരാധാരമായി കൂടിക്കൊണ്ടുള്ളേ കൂടിക്കൊണ്ടിരിക്കും. Teyyam is a ritualistic performance unique to the North Malabar region of Kerala, which is Kannur and Kasaragod. It is mostly performed in a sacred grove, temple premises, or what we call a kavu, and also at homes. Deeply entwined with the region's caste and class dynamics and performed by marginalized communities, it transforms performers into deities, momentarily dissolving societal hierarchies. Yet, Teyyam exists in a delicate balance between devotion and inherited duty. Legends say Teyyam originated approximately 1,500 years ago and has evolved ever since. Though a seasonal occupation and performed risking one's life and health, one of the major reasons Teyyam thrives is nostalgia, family pride, and cultural significance. തെയ്യം എന്ന് പറയുന്നത് വെറൊരു കല മാത്രമല്ല, ആ കലയെ 64 കലയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അനുഷ്ഠാന ആചാര ചടങ്ങാണ്. അതാണ് തെയ്യം. ഞങ്ങളിപ്പോൾ ഒരു തെയ്യം കെട്ടാൻ അടയാളം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാങ്ങിയ സമയം മുതൽ തന്നെ കഴിയാവുന്നത്ര വ്രതനിഷ്ഠയോട് കൂടിയിട്ട് നിൽക്കണം എന്നാണ് ഞങ്ങളെല്ലാം ആചാര്യന്മാർ, ഞങ്ങളെ ഗുരുനാഥന്മാരൊക്കെ ഞങ്ങളെ പറഞ്ഞതും പഠിപ്പിച്ചതും എല്ലാം ചെയ്തു തന്നെയാണ്. എന്താണെന്നറിയില്ല, അവരുടെ ഒരു 3 വയസ്സ് ആകുമ്പോഴേക്കന്നെ അവർ എന്തോ ഇതിൽ ഒരു പ്രത്യേക ഒരു താല്പര്യം കാണുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ചെണ്ടക്കുള്ളിയെടുത്ത് ചെണ്ട കൊട്ടാൻ ശ്രമിക്കുക. ഞാൻ കണ്ട് അതിനകത്ത് ഈ മുടി വെച്ച ഗുളികൻ, തെക്കൻ ഗുളികൻ എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ തെക്കൻ ഗുളികനായിരുന്നു മോൻ ആദ്യമായിട്ട് കെട്ടിയത്. അപ്പോൾ ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് ഒരു മൂക്കിൻ്റെ കൂടി വ്യാക്കാണ്ട് എല്ലാം ഭംഗിയായിട്ട് വന്നു. അതിന് ശേഷം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സംഗതികളുണ്ട്, അതൊക്കെ ചെയ്ത് വന്ന് പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ മിക്ക ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ തെയ്യം വന്ന സമയത്തെല്ലാം ഇപ്പോൾ ക്ഷേത്രക്കാരുടെ ഇങ്ങോട്ട് പറയലായി, മകൻ കഴിച്ചോട്ടെ തെയ്യം, മകൻ കഴിച്ചോട്ടെ തെയ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ. പിന്നെ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം
ആ വയസ്സ് മുതൽ തന്നെ പിന്നെ കെട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഈ 45 വർഷത്തിന് ശേഷം ചിറക്കൽ കോവിലകത്ത് പെരുങ്കളിയാട്ടം വന്നത്. അവിടെ എൻ്റെ ജന്മാധികാരത്തിൽപ്പെട്ട തെയ്യായിരുന്നു തീച്ചാവണ്ടി. അപ്പം പിന്നെ ഈ മറ്റുള്ള ക്ഷേത്രത്തിലെ തെയ്യമൊക്കെ കണ്ടതിന് ശേഷം പൊതുവെ അഭിപ്രായങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ആയിരിക്കാം അവരങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. അപ്പം അങ്ങനെ മകനായിക്കോട്ടെ തീച്ചാവണ്ടി എന്ന് പറഞ്ഞിട്ടാണ് അടയാളം വാങ്ങിയത്. ഈ തീച്ചാവണ്ടി എന്ന് പറയുന്നത് തെയ്യം നമ്മളെ ഈ കാസ്റ്റ് ഉണ്ടല്ലോ, നമ്മളെ ഈ തെയ്യം കഴിക്കുന്ന ഈ കാസ്റ്റിൻ്റെ അകത്ത് ഏറ്റവും എന്താ പറയുക, ഒരു വിഷമമായിട്ടുള്ള ഒരു തെയ്യമാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് ചെയ്യുന്ന ഒരു കോലാണ് ഈ തീച്ചാവണ്ടി എന്ന് പറയുന്ന തെയ്യം. അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ആ കേസ്, അത് ഈ തെയ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രായപരിധിയില്ല. തെയ്യം കുട്ടികൾക്കും കഴിക്കാം, വലിയ ആൾക്കാരും കഴിക്കാം. ഇത് നമ്മളൊരു കുലത്തൊഴിലാണ്. അതായത് പണ്ട് രാജാക്കന്മാർ, അതായത് ചെറുക്കൻ രാജാവൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് നമുക്ക് രാജാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്ന തൊഴിലാണ് ഈ തെയ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രായപരിധി അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, അതായത് വ്രതശുദ്ധിയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ആ തെയ്യമുള്ള സ്ഥലത്തേക്ക് പോകുന്നതാണ്. നമ്മൾ നമ്മുടെ മനസ്സിൽ ഫുൾ ആ തെയ്യത്തിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ തെയ്യത്തിൻ്റെ, അതായത് അണിയറേന്ന് തെയ്യത്തിൻ്റെ എല്ലാം വെച്ച് കെട്ടി അരങ്ങത്തേക്ക് പോകുന്നതാണെങ്കിൽ അവിടുന്ന് ശേഷം പിന്നെ ഇപ്പം ഞാൻ അഭിരാമായിരിക്കില്ല. ആ ടൈമിൽ ഞാനിപ്പോൾ അഭിരാമാവില്ല. ആ ടൈമിൽ ആ ഒരു ചൈതന്യം എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതല്ല, അത് ഇല്ലതാണ്. കാരണം നമ്മളിപ്പോൾ ഫിസിക്കലി നോക്കുന്നതാണെങ്കിൽ എന്താണ്, കാലിൻ്റെ ഈ ചുണ്ടൻ വിരൽ മുതൽ ഈ മൂർധാവ് വരെ ഫുള്ള് കെട്ടായിരിക്കും. അപ്പം അങ്ങനെ ഫുള്ള് കെട്ടായിട്ട് വെക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വേണമെങ്കിൽ തലചുറ്റൽ വരാം, അല്ലെങ്കിൽ ക്ഷീണം ഒക്കെ അനുഭവപ്പെടാം. കാരണം ഇത് ഫുള്ള് വെയിൻസിനെ കെട്ടിമുറുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ആ ദൈവം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സ്പിരിറ്റ് തന്നെയാണ്. അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് ആ ദൈവത്തിൽ. അങ്ങനെയൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഈ തീച്ചാവണ്ടി എന്ന് പറഞ്ഞ ഈ ഒരു വലിയൊരു ദൈവത്തിനെ നമുക്ക് കെട്ടാൻ കഴിഞ്ഞത്. അതൊക്കെ ഞാനൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം ജോബിനെക്കാട്ടിയും വലുത് ജോബും വലുതാണ്, തെയ്യവും വലുതാണ്. ഇപ്പം ദൂരത്തൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് തെയ്യം കഴിക്കുന്നതൊക്കെ കുറച്ച് വിഷമമാണ്. ഗവൺമെൻറ് സർവീസിലൊക്കെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ദിവസവും പോയി വരാൻ പറ്റുന്ന ആ ഒരു ടൈമൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഈ തെയ്യത്തിൻ്റെ അകത്തും ഒരേപോലെ നിൽക്കാം, ഈ ജോബിൻ്റെ അകത്തും ഒരേപോലെ നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പേഴ്സണലി എന്ന് പറഞ്ഞാൽ എന്താണ്, ജോബും ചെയ്യണം തെയ്യവും ചെയ്യണം. കാരണം ആ രണ്ടും ഒപ്പം, അതായത് ഒരു സൈഡിൽ തെയ്യും ഒരു സൈഡിൽ ജോബും പോലെ കൊണ്ടുപോകാൻ. അതിപ്പം എന്താണ്, ചിലപ്പം നമ്മൾക്കിപ്പോൾ ഇവിടെ കോഴ്സൊന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ ബാംഗ്ലൂരോ അങ്ങനത്തെ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് പഠിക്കേണ്ട ആ ഒരു ടൈം വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ പഠിക്കേണ്ട ഒരു 2-3 കൊല്ലം ഈ തെയ്യം ഒഴിവാക്കേണ്ടി വരും. പിന്നെ ഒന്നിക്കൽ അവിടെ തന്നെ ജോബ് കിട്ടുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കണ്ണൂർ ജില്ലയിൽ തന്നെ അടുത്തെവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ നിന്ന് പഠിത്തം കഴിഞ്ഞിട്ട് വന്നിട്ടാകുമ്പോൾ തെയ്യവും കഴിക്കാം, ഇതുപോലെ ജോലിയും ചെയ്യാം. ഒരു അമ്പലത്തിൽ തന്നെ ഒരു പൂജ ഇതായിട്ട്. പിന്നെ ഒരു നല്ലൊരു ബാങ്കിൻ്റെ ഒരു വാല്യൂ റൈറ്റ്സ് ഒരു വർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതും ഇതേപോലെ ലീവ് ഇടക്കിടക്ക് എടുക്കേണ്ട ബുദ്ധിമുട്ട് കൊണ്ട് അതും ക്യാൻസലായി.
നമ്മളെ തലമുറക്ക് എന്തായാലും ഈ ഒരു തെയ്യം നമ്മൾ അന്യം നിന്നു പോകുന്നതിൻ്റെ ഇതന്നെ നമ്മുടെ നാടുണ്ടല്ലോ. അപ്പം കഴിഞ്ഞാൽ നമ്മളെ ഈ തലമുറ വരുന്ന അവർക്ക് ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരിക്കലും അടിച്ചേൽപ്പിച്ചിട്ട് തെയ്യം മേഖലയിൽ നമുക്ക് അത് വിജയിപ്പിക്കാൻ കഴിയില്ല. അത് കലാപരമായ നമ്മളൊരു കഴിവ് നൃത്തത്തിന് അത് അവർക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പം ഈ താല്പര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യമേ എനിക്ക് ഇതിലൂടെ താല്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഒരിക്കലും അടിച്ചേൽപ്പിച്ച് ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ ഇതിനെഴുതു പിന്നെ ഒരു 100-ൽ ഒരു 85% താല്പര്യമുള്ളവർ തന്നെയാണ്. പിന്നെ അത് ഇല്ലാത്തവരുണ്ട്. പക്ഷെ അത് ഒരിക്കലും അതൊരു വിജയിക്കുകയും ചെയ്യില്ല. നമ്മളിപ്പോൾ ഒരു തെയ്യത്തിന് പോയാൽ ഈ സംഭവം പാരമ്പര്യവും നമ്മളെ ആ ഒരു കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ തെയ്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ എന്തായാലും ആ മേഖലയിൽ മറ്റുള്ള ജോലി പോലെ തന്നെ അത് നമ്മൾ ഒഴിവാകും. നമ്മളെ നാട്ടിൽ മാത്രം നിൽക്കേണ്ട ഒരവസ്ഥ വരും. പുറം നാട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കലിലേക്ക് നമുക്ക് നല്ല കഴിവുണ്ടാകണം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാണ്ട് നമ്മളിപ്പോൾ അച്ഛനും അമ്മയും നീ എന്തായാലും അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധിച്ചിട്ടുണ്ടെന്ന് കാര്യമില്ല. ജോലി എന്തെങ്കിലും അൺസീസൺ ടൈം നമ്മൾ ജോലിക്ക് എന്തെങ്കിലും പോവും, വർക്കിന് പോയാലും നമ്മൾ സീസൺ ആകുമ്പോൾ ഇതിലേക്ക് തിരിച്ചെത്തും. അത് എന്നെല്ലാം സംബന്ധിച്ച് ശരിക്ക് തെയ്യത്തിനൊരു അഡിക്റ്റായ വ്യക്തിയാണ് ഞാൻ. നമ്മൾ ആ ഒരു ലഹരിയാണ് ഇഷ്ടമാണ് 100%. എന്താണ് താല്പര്യം വലുതാകുമ്പോൾ? ചെറുതാകുമ്പോൾ ഞാൻ NCC-ലാണ്. നമുക്ക് പട്ടാളത്തിൽ കയറണമുണ്ട്. പട്ടാളത്തിൽ ചേരണം. തനിക്കോ? എനിക്ക് എഞ്ചിനീയർ. എൻ്റെ മോൾക്കോ? ടീച്ചർ. കൊള്ളാം. അപ്പോൾ തെയ്യം എന്തിനാ കെട്ടുന്നത് നിങ്ങൾ? എന്തുകൊണ്ടാണ് എന്തിനാ കെട്ടാൻ താല്പര്യമാണോ, അതോ വീട്ടിൽ വരുന്നിട്ടാണോ, അതോ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ? താല്പര്യമുള്ളത് ഇഷ്ടപ്പെട്ടും എത്തുന്നത്. അപ്പോൾ വീട്ടിൽ കെട്ടുന്നുണ്ട്, അത് പിന്നെ നിങ്ങളും പാരമ്പര്യമായിട്ട് നോക്കണമെന്നും പറഞ്ഞു. മോൾ എന്തിനാ കെട്ടുന്നത് തെയ്യം? ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഒരു വലുതായിട്ട് ഒരു നല്ല അടിപൊളിയായിട്ടൊരു ജോലി കിട്ടിയെന്ന് വെച്ചോ, വേറെ ഏതെങ്കിലും ദേശത്തോ വേറെ ഏതെങ്കിലും രാജ്യത്തോ അവിടെ പോയി ഒരു ജോലി കിട്ടിയെന്ന് വെച്ചോ, അപ്പോൾ അത് ഏറ്റെടുക്കും? രണ്ടിങ്ങനെ ഒപ്പരം കൊണ്ട് പോകണം. പക്ഷെ അത് വേറെ ദേശമൊക്കെ വിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ തിരിച്ച് വർഷം നമുക്ക് തെയ്യം കിട്ടുന്ന സമയത്ത് നമുക്ക് ലീവൊന്നും കിട്ടില്ല. അപ്പം അങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും? അടുത്തേടെങ്കിലും ജോലി ഇട്ട് നോക്കും. പക്ഷെ ആ ജോലി വേണ്ട, നല്ല അടിപൊളി ജോലി വേണ്ട. ചിലപ്പോൾ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് എന്ത് ചെയ്യും? പുതുമതി കലതരനുമയും കരിവടിവായടവിയനെങ്കിൽ വിഹരിപ്പുരു സമയത്ത് പോന്നു തുറന്നുറവത് അകരമുഖമും ഒരു വിധമതില് തിരുനാസിക കരിവടിവാണ്ടൊരു ഗണനാഥൻ തുണയൊഴുകിവ ചരിതമുറിപ്പാൻ തത്വമതിൽ പൊരുളോ ഭാരതി രസനവതിക്ക് അബ്ദിവതിൽ ദേവകണക്ക് കവികളുടെ കാലാമ്പുതകാനുകളർന്നൊരു കണ്ണറുടെ കരുണകൂപിയും കാലം കളയാതൊരു ദൈവമൊന്നും നീ ഒപ്പതഞ്ഞത്. സാമ്പത്തികത്തിനെക്കാട്ടിയും ഇത് പിന്നെ ഈ പരമ്പര നിലനിർത്തണമെന്ന് എങ്ങനെയാണ് എൻ്റെ ഇത് ഉദ്ദേശം? അങ്ങനെ വന്നിയാണോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി എനിക്ക് നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്ന പോലെയാണോ? നിർബന്ധിച്ചിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ സ്വയം ഇഷ്ടപ്രകാരം വന്നേ. ഇപ്പോൾ വെളിയിൽ വല്ല എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ വിട്ടിട്ട് പോവോ?
നല്ല വല്ലതും എന്തെങ്കിലും വെളിയിലെ ജോലി അതൊക്കെ ഇതെല്ലാം വേണ്ട വെച്ചിട്ട് പോകുമോ അല്ലേ? പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാലോ, ഇനി കിട്ടി അപ്പോഴോ ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് Religion is the Ontario officer. You can change your religion by law, but you can't change your caste. That is the practice. See, you can escape, not like the caste and community or religion in your school registers or births. But when a lot of tradition is existing, that's all going to be rights and rituals are so bonded. That's what we say. Just so bonded. It's socially bonded. That's socially cohesive parties. See, this thing is not designed by the corporates all the time. So I don't have any doubts. For the coming years, surely they will be taken with their own community. It is not treated as an employment. Because even it is an employment, it will be handled. തെയ്യം ചിലപ്പം അങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ് ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം എന്താ ഈ കാസ്റ്റ് പാടില്ല, റിലീജിയൻ പാടില്ല, ഒരു ജാതി ഒരു മതം ദൈവം അങ്ങനെ പറയുന്ന ടൈമിലാണെങ്കിൽ എന്താണ് ഈ തെയ്യത്തിനെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. എന്തായാലും ഇപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാവില്ലെങ്കിലും ചിലപ്പം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു 3-4-5 ജനറേഷൻ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ തെയ്യം നിൽക്കാൻ സാധ്യതയുണ്ട്. നിൽക്കുകയെന്ന് പറയുമ്പോൾ നമ്മളെ ഈ കാസ്റ്റിലെടുത്തോളം, അതായത് ഈ കണ്ണൂർ കാസർഗോഡിലവർക്കെല്ലാം വല്ലാത്തൊരു സങ്കടമായിരിക്കും. കാരണം എന്താണ് അവർ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു സംഭവമാണ് ഈ തെയ്യം എന്ന് പറയുന്നത്. കുറേ പാടാ നാടൻ പാട്ടല്ലേ? നാടൻ പാട്ട് ചാരിക്കം ചാരാരോ രേരിക്കം രേരേരോ, ചാരിക്കം ചാരാരോ രേരിക്കം രേരേരോ, ചാരിക്കം ചാരാരോ രേരിക്കം രേരേരോ, ചാരിക്കം ചാരാരോ രേരിക്കം രേരേരോ. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെടി, മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെടി. ചാരിക്കം ചാരാരോ രേരിക്കം രേരേരോ, ചാരിക്കം ചാരാരോ രേരിക്കം രേരേരോ. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെടി. ചാരിക്കം ചാരാരോ രേരിക്കം രേരേരോ, ചാരിക്കം ചാരാരോ രേരിക്കം രേരേരോ.